കോമൺ ടേം പറയട്ടെ. നമ്മൾ ബാഡ് ഡെപ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്, പക്ഷേ ഗുഡ് ഡെപ്റ്റിനെ കുറിച്ച് അധികം ചിന്തിക്കാറില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാഡ് ഡെപ്റ്റും ഗുഡ് ഡെപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഗുഡ് ഡെപ്റ്റ് ഇത്തരത്തിലുള്ള കടങ്ങള് നമ്മുടെ ഭാവിയില് നമ്മുടെ സമ്പത്തിനെയോ വരുമാനത്തെയോ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കടങ്ങളെ നമുക്ക് ഗുഡ് ഡെപ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. എന്താ അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാ? എഡ്യൂക്കേഷണൽ ലോൺ അല്ലേടാ. എഡ്യൂക്കേഷണൽ ലോൺ നമ്മളത് കടമാണ്, പക്ഷെ ഫ്യൂച്ചറിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി ജോലി കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ നമ്മുടെ വെൽത്തിനെയോ അതുപോലെ തന്നെ നമ്മുടെ ഇൻകത്തെയോ അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. സോ എഡ്യൂക്കേഷണൽ ലോണ്, അപ്പൊ അതുപോലെ തന്നെ ബിൽഡിംഗ് ലോണ്, ഇതെല്ലാം തന്നെ ഗുഡ് ഡെപ്റ്റിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ കോമൺ ആശന്റെ പേര് ആരാ? ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കടമാണ്, പക്ഷേ ഇത് ഒരിക്കലും ഫ്യൂച്ചറിൽ നമ്മുടെ ഭാവിയിലെ ഇൻകത്തെയോ സമ്പത്തിനെയോ വർദ്ധിപ്പിക്കുന്നില്ല. നമ്മുടെ ആ ഒരു സമ്പത്തിന്റെ ഭാരത്തെ കൂട്ടുക കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലക്ഷറി കാറുകൾ മറ്റും എടുക്കാൻ വേണ്ടി എടുക്കുന്ന കാർ ലോണുകൾ, ക്രെഡിറ്റ് കാർഡിന്റെ ലോൺ എമൗണ്ട്, ഇതെല്ലാം തന്നെ ബാഡ് ഡെപ്റ്റിന് ഒരു എക്സാമ്പിൾ ആണ്.